ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിൽ 7ാമത്തെ വീഡിയോ. ഈ കഴിഞ്ഞ 6 ഓണം റിലേറ്റഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഓണം റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിക്ക് പെയർ ചെയ്യാൻ പറ്റിയ 7 ബ്ലൗസുകളെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇതേപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് അല്ലേ? നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ കയ്യിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒന്നല്ല, ചിലപ്പോൾ അതിലധികം ഉണ്ടായെന്ന് വരും. സോ ഇപ്പോഴാണെങ്കിൽ നമ്മൾ സെറ്റ് സാരി സെറ്റും ഉണ്ട്, അതിൻ്റെ സെയിം ബ്ലൗസ് പീസ് അത്ര അങ്ങോട്ട് ട്രെൻഡല്ല. ഈവൻ ദോ അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഫാഷനബിൾ ആയിട്ടും ട്രെൻഡി ആയിട്ടും ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സെയിം സെറ്റ് സാരി തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആക്സസറീസ് മാറ്റാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലുക്ക് തന്നെ ചേഞ്ച് ആവും. എല്ലാം പ്ലെയിൻ അല്ലെങ്കിൽ കുറച്ച് വർക്കൊക്കെയുള്ള സെറ്റ് സാരി സെറ്റും മുന്നിന് ചെയ്യുന്ന ചില ബ്ലൗസുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് സംസാരിക്കും. ഈസിലി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ള കല്യാണിലോ ജയലക്ഷ്മിയിലോ ടെക്സ്റ്റൈൽസ് നിന്ന് ഈസിലി കിട്ടാവുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രമേ ഞാനിവിടെ പറയുള്ളൂ. അല്ലാണ്ട് ബുട്ടീക്സിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ആണെങ്കിലും നോർത്തിലൊക്കെ ആണെങ്കിലും അവിടെ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റുകളുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നല്ല രസമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. സോ ഞാൻ ഇതിനെക്കുറിച്ചൊന്നുമല്ല പറയണത്. നമ്മളിവിടെ പറയാൻ പോണത് നമ്മുടെ നാട്ടിൽ തന്നെ ഈസിലി കിട്ടാവുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രമാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ തിക്ക് എംബ്രോയിഡറി മെറ്റീരിയൽ ആണ്. സോ നിങ്ങൾക്ക് കാണാം ഈ ബ്ലൗസിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ത്രെഡ് വർക്ക് കൊണ്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ഈ സെയിം ബ്ലൗസ് വെച്ചിട്ട് ഒരു സെറ്റ് മുണ്ട് കൊടുത്തിട്ടുണ്ട്, 2 സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട്, റോ സിൽക്കിൻ്റെ സാരി കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെല്ലാം പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും ഇത് എംബ്രോയിഡറി മെറ്റീരിയൽ ആണ്. അത് മാത്രമല്ല ഇതിൽ കുറച്ച് ഈ സീക്വൻസ് മിറർ വർക്ക് ഉണ്ടല്ലോ, അതുണ്ട്. സോ എംബ്രോയിഡറി തന്നെ പല തരത്തിൽ വരുന്നുണ്ട്. ഫുൾക്കാരി വർക്ക് ഉണ്ട്, കച്ച് വർക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ നമുക്കത് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എടുക്കാം. ഞാൻ ഈ മെറ്റീരിയൽ മേടിച്ചിരിക്കുന്നത് കല്യാണിനാണ്. ആൻഡ് ഈ മെറ്റീരിയൽ എനിക്ക് മീറ്ററിന് 500 രൂപയായിട്ടുണ്ടായിരുന്നു. ഞാൻ 0.70 എടുത്തത്. എനിക്കറിയാം 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എനിക്ക് 0.70 മതിയായിരുന്നു. ഞാൻ തന്നെ തുന്നണ കാരണം പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയിട്ടൊക്കെ ഞാൻ തുന്നും. അപ്പോൾ എനിക്ക് 0.70 മതിയായിരുന്നു. അപ്പോൾ 400 താഴെ വന്നുള്ളൂ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ എംബ്രോയിഡറി എന്ന് പറയുന്നത് പല മെറ്റീരിയലിലും ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇത് നെറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതുവരെയും തുന്നിയിട്ടില്ല. ഇതെനിക്ക് മീറ്ററിന് 300 രൂപയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിൽ എനിക്കിത് ഇത്ര വിലക്കുറവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടിയിട്ടുള്ള വർക്കാണ് ഇത്. സോ ഇതൊക്കെ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടിന് നന്നായിട്ട് ചേരുന്നതാണ്. എഗെയിൻ എംബ്രോയിഡറി എന്ന് പറയുന്നത് ഫുൾക്കാരി വർക്കിലുണ്ട്, കച്ച് വർക്കിലുണ്ട്, അങ്ങനെ പല വർക്കിലും വരുന്നുണ്ട്. അപ്പോൾ വർക്കിനനുസരിച്ചും അതുമാതിരി ക്വാളിറ്റിക്ക് അനുസരിച്ചും നമുക്ക് ഡിഫറെൻറ്റ് റേറ്റ് ഉണ്ടാവും. ഒരു ടൈപ്പ്ലി ബ്ലൗസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അത് വരും. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് സെക്ഷൻ ഒന്നുണ്ട്, അതേപോലെ തന്നെ ബാക്ക് സെക്ഷനും ഇതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ 2 സ്ലീവ്സ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും ഇത് വരിക. ഇത് നമുക്ക് വേണ്ട രീതിയിൽ വെട്ടി തയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ട് തുന്നിയിരിക്കുന്നതാണ് ഈ ബ്ലൗസ് എന്ന് പറയുന്നത്. പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് വെച്ച് തുന്നിയിരിക്കുന്നതാണ്. ഇതും എംബ്രോയിഡറി ആണ്, പക്ഷെ കുറച്ച് ലോ ക്വാളിറ്റി എംബ്രോയിഡറി ആണ്. ആൻഡ് ഇത് ഞാൻ മേടിക്കേണ്ടായത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 250 റുപ്പീസിനാണ്. ബാംഗ്ലൂർ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചിക്പേട്ട്, പിന്നെ ഒക്ലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് 3 സ്ഥലത്തൊന്നും ഈസിലി ആയിട്ട് അവൈലബിൾ ആണിത്. ഞാൻ 5 വർഷം മുമ്പ് മേടിച്ചതാണ് കേട്ടോ ഇത്. പക്ഷെ ഇപ്പോഴും അവൈലബിൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തായാലും ഒരു എംബ്രോയിഡറി മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായി. എല്ലാവർക്കും അറിയാവുന്നതാണ് കലംകാരി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ കലംകാരി മെറ്റീരിയൽ വളരെ ഈസിലി നമുക്ക് ഏത് കടയിലും, അതിപ്പോൾ വലിയ ടെക്സ്റ്റൈൽ ആവണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു കടകളിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മീറ്റർ കണക്കിന് വിൽക്കണത്. ഇത് സത്യം പറഞ്ഞാൽ 50 രൂപ മുതൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ബ്ലൗസ് ഞാൻ ബോട്ട് നെക്ക് പോലെയാണ് തയ്ച്ചിരിക്കുന്നത്, ബാക്കിൽ ഹുക്കായിട്ട്. പിന്നെ 50 രൂപയുടെ ഒക്കെ കലംകാരി മേടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇളകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എഗെയിൻ ഈ കലംകാരി മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയലാണ് ഇത്. കലംകാരി മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണല്ലോ. ആൻഡ് ഇതും എഗെയിൻ സെറ്റ് സാരി സെറ്റ് മുണ്ടിനൊപ്പം നന്നായി ചേരുന്നതാണ്. ആൻഡ് ഇതിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്, പല പ്രിൻറ്റ്സിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ പ്രിഫറൻസിൻ്റെയും ചോയ്സിനൊക്കെ അനുസരിച്ച് നമുക്ക് മേടിക്കാം. ആൻഡ് എഗെയിൻ ഇത് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് തുന്നിയെടുക്കാം. ഞാനിതിപ്പോൾ തുന്നിയിരിക്കുന്ന ബോട്ട് നെക്കിലാണ്, പൈപ്പിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് ലൈനിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലാണ് ഹുക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു മെറ്റീരിയൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് കലംകാരി മെറ്റീരിയൽ. വളരെ നല്ലതാണ്. എന്തായാലും മേടിച്ചിട്ട് 2-3 തരത്തിൽ മേടിച്ച് വെച്ചിട്ട് പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തുന്നി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് മെറ്റീരിയൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബ്രൊക്കേഡ് മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്ച്ചിട്ടുള്ള ബ്ലൗസാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ സെറ്റ് മുണ്ടിനൊപ്പം ഈ ബ്രൊക്കേഡ് ബ്ലൗസാണ് തുന്നുണ്ടായത്. ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് തുന്നിയത്. പിന്നെ ഞാൻ ഫ്രിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്.
ഫ്രണ്ടിൽ. പിന്നെ കയ്യിൽ ഞാൻ അന്ന് പറയണ്ടായില്ലേ പായ നെയ്യണ പോലെ നെയ്തുന്ന്. ഇതും എഗെയിൻ ബ്രൊക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇങ്ങനെ പായ നെയ്യണ പോലെ നെയ്തിട്ടാണ് ഈ പാറ്റേൺ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൊക്കേഡിൻ്റെ ഒപ്പം ഇതത്ര ചേരുന്നില്ല, ഇതത്ര എടുത്തറിയുന്നില്ല. ഒരു പ്ലെയിൻ ബ്ലൗസിൻ്റെ ഒപ്പമാണ് മൾട്ടി കളർ വെച്ച് ചെയ്തിരുന്നത് വെച്ചാൽ ഇത് നന്നായി എടുത്തറിഞ്ഞേനെ. പക്ഷെ എനിക്ക് അന്ന് ഒരുപാട് സമയമുള്ളതുകൊണ്ടും 24 മണിക്കൂറിൽ തുന്നാന്നുള്ളതായിരുന്നു പണി. അപ്പോൾ അതുകൊണ്ട് എത്രയും കൂടുതൽ പണിയെടുക്കാൻ പറ്റും അത്രയും കൂടുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുത്തിയിരുന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൊക്കേഡ് നല്ല രസമായിരിക്കും സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയും ഒപ്പം. ആൻഡ് ബ്രൊക്കേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലംകാരി പോലെ തന്നെയാണ്. നമുക്കൊരു 50, 60, 70 റേഞ്ച് മുതൽ അങ്ങനെ തുടങ്ങിയിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രൊക്കേഡ് വരെ കിട്ടും എന്നുള്ളതാണ്. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ആൻഡ് മോട്ടീവ്സും ഡിസൈൻസ് ഒക്കെ നല്ലതാണ്. കുറച്ചൊക്കെ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്, പിന്നെ ഈ മോട്ടീവ്സ് ഉണ്ട് അങ്ങനെ. സോ ഇത് എനിക്ക് തോന്നുന്നു ഒരു 250 റുപ്പീസ് 350 റുപ്പീസ് ഉണ്ടായിരുന്നു മീറ്ററിന് അന്ന്. പക്ഷെ ഞാനൊരു വില കുറഞ്ഞ ബ്രൊക്കേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഭയങ്കര വില കുറഞ്ഞിട്ടുള്ള ബ്രൊക്കേഡാണ്. ഇത് 60 or 70 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ഹാർഡാണ്. കുറച്ചൊന്ന് ഇത്തിരി അൺകംഫർട്ടബിൾ ആയിരിക്കും ഇടാനായിട്ട്. പക്ഷെ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നേരിട്ട് ഇത്തിരി ഒരു തിളക്കം കൂടുതലാണെന്ന് നമുക്ക് സംശയം തോന്നും. എങ്കിൽ പോലും എനിക്കത് ഇത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എഗെയിൻ നിങ്ങൾ അഫോർഡബിൾ റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രൈ ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി മോട്ടീവ്സിലും തുണിയുടെ ടെക്സ്ചറിലും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ചോയ്സിനും പ്രിഫറൻസിനും അനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇതും ബ്രൊക്കേഡാണ്. ഇതൊരു 300 റേഞ്ചിലുള്ള ബ്രൊക്കേഡാണ്. ഇത് മോൾ ഓഫ് ജോയ് എന്നാണ് ഞാനിത് മേടിക്കേണ്ടായത്. സെൽഫ് പ്രിന്റ് ഉണ്ട്. ആൻഡ് ഇത് ഈ പ്ലെയിൻ സെറ്റ് സാരിയോടൊപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബ്രൊക്കേഡിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു മെറ്റീരിയലാണ് ബനാറസി സിൽക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് സ്റ്റൈലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ അത് എൻ്റെ ബ്ലൗസ് ഇല്ല. എൻ്റെ കല്യാണ സമയത്ത് ഒരെണ്ണം ഞാൻ തയ്ക്കുകയുണ്ടായിരുന്നു. അതപ്പോൾ നാട്ടിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ഫോട്ടോയും ഇല്ല. കാണാനും അതിൻ്റെ ഫീലൊക്കെ വളരെ നല്ലതാണ്. ഞാൻ അന്ന് 5 വർഷം മുമ്പ് 500, 600 റേഞ്ചിലാണ് മേടിക്കേണ്ടായത്. കേട് പോലെ തോന്നും നമുക്ക് അതിൻ്റെ പ്രിൻ്റൊക്കെ കാണുമ്പോൾ. പക്ഷേ ഡെഫിനറ്റ്ലി നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നിയിട്ടുള്ളത് ബനാറസി സിൽക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ട് ബനാറസി സിൽക്കിന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് മെറ്റീരിയൽ എനിക്ക് പറയാനുള്ളത് ടിഷ്യൂ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് ടിഷ്യൂ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് ടിഷ്യൂ മെറ്റീരിയലും എഗെയിൻ ഒരുമാതിരിപ്പെട്ട കടകളിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും പ്ലെയിൻ ആയിട്ടാണ് ഞാൻ കടകളിൽ കണ്ടിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ഗോൾഡൻ കളറിലുള്ള മെറ്റീരിയൽ എടുത്തിട്ട് വെൽവെറ്റിൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടാണ് ഇതിന് തുന്നിയിരിക്കുന്നത്. പ്രിൻസസ് ലൈനാണ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഞാൻ പല സാരീസിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട്. സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം മാത്രമല്ല. ടിഷ്യൂ മെറ്റീരിയലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റുപ്പീസ് ഒക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ കുറച്ചൊരു സ്റ്റിഫാവും. കുറച്ചങ്ങോട്ട് മേപ്പട്ടേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള തുണി കിട്ടും. നല്ല ഷൈനാണ് ടിഷ്യൂ മെറ്റീരിയൽ. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഒരു പ്രത്യേക ഒരു ഷൈൻ ഉണ്ട്, ഒരു ഉതിപ്പുണ്ട് ടിഷ്യൂ മെറ്റീരിയൽ. പിന്നെ ഞാൻ എഗെയിൻ ടിഷ്യൂ മെറ്റീരിയൽ എടുത്തിരിക്കുന്നതാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. ഞാൻ എഗെയിൻ 5 വർഷം മുമ്പ് എടുക്കാനുണ്ടായിട്ടുള്ളതാണ്. ഏതോ ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അധികം ഇപ്പോൾ അങ്ങനെ ചെക്സിലും കളറിലൊന്നും ടിഷ്യൂ കാണാറില്ല. മിക്കതും പ്ലെയിനിൽ മാത്രമേ ടിഷ്യൂ കാണാറുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ടിഷ്യൂ മെറ്റീരിയൽ ഇങ്ങനെ ചെക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കൂ. ചെക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഇത് ഞാൻ 5 വർഷം മുമ്പ് കല്യാണ സമയത്ത് കുറച്ച് ബ്ലൗസുകൾ തുന്നി വെക്കുകയുണ്ടായി, എന്തിനെങ്കിലും അപ്പോൾ പെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഒന്ന് മേടിച്ചതാണ്. അന്ന് അത്ര ട്രെൻഡ് ആയിരുന്നില്ല ഇത്. ആൻഡ് ഇത് ഞാൻ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. സോ ടിഷ്യൂവിൽ നിങ്ങളിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ കാണുകയാണെങ്കിൽ എടുത്തോളൂ, വളരെ നല്ലതാണ്. എനിക്ക് അടുത്തത് പറയാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ സിൽക്കാണ്. അതേപോലെ ജൂട്ട് സിൽക്ക് എന്ന് പറയും. അങ്ങനത്തെ പല സിൽക്ക് മെറ്റീരിയൽ. അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും റോ സിൽക്കും ജൂട്ട് സിൽക്കും തന്നെയാണ്. അത് രണ്ടും സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേർന്ന് പോകും. പ്ലെയിൻ ആണ്, ഡെഫിനറ്റ്ലി അതിൽ വർക്ക് വരുന്നതുണ്ട്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ്. അത് നല്ല രസമായിരിക്കും സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കുഞ്ഞു മിറർ വർക്കൊക്കെ ചെയ്തു കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ കൈത്തുന്നൽ ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ലിക്വിഡ് എംബ്രോയിഡറി ഉപയോഗിച്ചിട്ട് എങ്ങനെ മിറർ വർക്ക് ചെയ്തെടുക്കാം എന്നുള്ളത്. സോ റോ സിൽക്കോ ജൂട്ട് സിൽക്കോ ഒക്കെ മേടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. റോ സിൽക്ക് എഗെയിൻ കുറച്ച് ലോ ക്വാളിറ്റി, അതായത് ഒരു 100 റുപ്പീസ് മുതൽ നല്ല എക്സ്പെൻസീവ് സൈഡിലേക്ക് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിലും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ആറാമത്തേന്ന് പറയുന്നത് വെൽവെറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വെൽവെറ്റ് ആസച്ച് വളരെ ട്രെൻഡിയാണ്. നമ്മുടെ ലെഹങ്കയുടെ ഒപ്പാണെങ്കിലും സാരിയിലാണെങ്കിലും സെൽവാസിലാണെങ്കിലും അനാർക്കലീസിലാണെങ്കിലും ഒക്കെ വെൽവെറ്റ് നന്നായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി വെൽവെറ്റ് ഒരു തവണ ഫാഷനിൽ ഉണ്ടായിട്ട് അത് ഔട്ടായതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ
ഞാൻ 2ലും 3ലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു വെൽവെറ്റ് ഭയങ്കര ഫാഷനിലായിരുന്നത്. പിന്നെ അത് ഔട്ടായതിനു ശേഷം ഇപ്പോൾ കുറച്ച് നാളായിട്ട് വെൽവെറ്റ് ഭയങ്കര ട്രെൻഡിലാണ്. എനിക്ക് പേഴ്സണലി വെൽവെറ്റ് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനൊരു എലഗൻറ്റ് ലുക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരി സെറ്റ് മുണ്ടിനൊപ്പം വെൽവെറ്റ് ബ്ലൗസ് നന്നായി ചേരും. സോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞാൻ സെറ്റ് മുണ്ടിൽ മയിൽപ്പീലി ഡിസൈൻ ചെയ്തിട്ട് മാച്ചിങ് ആയിട്ട് വെൽവെറ്റ് ബ്ലൂ ബ്ലൗസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്ലീവ്സിൽ മാത്രം എംബ്രോയിഡറി വർക്ക്, മിറർ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ വെൽവെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗെയിൻ ഒരു 100 രൂപ, അറൌണ്ട് 100 റുപ്പീസ് ഉണ്ടാവും. പിന്നെ വെൽവെറ്റിൽ പല വർക്കിലുള്ളത് വരുന്നുണ്ട്, മിറർ വർക്കിലുള്ളതുണ്ട്, അതൊരു 500 റുപ്പീസ് ഉണ്ടാവും. സോ വേറൊരു മെറ്റീരിയൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ വെൽവെറ്റിൽ ഫുൾ ഓൺ സീക്വൻസ് വർക്ക് ഉള്ളതാണ്. ഇത് ആക്ച്വലി ഒരു 1000 റുപ്പീസിൻ്റെ അടുത്തുണ്ടായിരുന്നു മീറ്ററിന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഓർമ്മയില്ല. എന്തായാലും ഞാൻ ഒരു 1-1.5 മീറ്റർ മേടിക്കുകയുണ്ടായി. അത് വെച്ചിട്ട് ഞാൻ ഇമയ്ക്കൊരു പാവാടയും പിന്നെ ബ്ലൗസും തുന്നിയിട്ട് ബാക്കി ഇത്രയുണ്ട്. ബാക്കി ഒരു 0.50-60 ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും കഷ്ടിമുഷ്ടി വെട്ടി എങ്ങനെയെങ്കിലും എനിക്കൊരു ബ്ലൗസ് ആക്കണം എന്നുണ്ട്. ചിലപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ആയിരിക്കും തുന്നുക, കാരണം അതിനുള്ള തുണിയേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എന്ത് രസമാണ് നോക്കൂ ഇതിൻ്റെ സീക്വൻസ് വർക്ക്. ഇപ്പോൾ ഒരു കോപ്പറിഷ് ഗോൾഡൻ സീക്വൻസ് വർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നുണ്ട്. ആക്ച്വലി വെൽവെറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്, ബീഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 6 മെറ്റീരിയൽസ് ആണ്. എനിക്കറിയാം ചിലർക്ക് തയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ആയിരിക്കും ഫംഗ്ഷൻ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഈസിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബ്ലൗസ് കിട്ടും. ഇത് ലൈക്ര മെറ്റീരിയലാണ്, ഇത് സ്ട്രെച്ചബിൾ ആണ്. ഇത് നമുക്ക് ബനിയൻ ഇടുന്ന പോലെയൊക്കെ ഇടാം. ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ലേസ് ആണ്. ഇത് പല തരത്തിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ കല്യാൺ ജയലക്ഷ്മി ഒക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഇത് ബ്ലാക്ക്, റെഡ്, ബ്ലൂ 3 കളറിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ആൻഡ് 3 എണ്ണവും കൂടിയിട്ട് എനിക്ക് 600 രൂപയ്ക്കാണ് കിട്ടിയത്. അതായത് ഒരു ബ്ലൗസിന് 200 രൂപ. ഞാൻ കല്യാണം ജയലക്ഷ്മിയിലൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് സൈഡിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. വേഗം അങ്ങോട്ട് കടയിൽ പോയി മേടിച്ചിട്ട് വരാം. ഇതാകുമ്പോൾ കുറച്ചൊന്ന് സംശയിക്കണം ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഓൺലൈൻ ആകുമ്പോൾ. പക്ഷേ എനിക്ക് കിട്ടിയത് നല്ല ക്വാളിറ്റിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് 2 സെറ്റ് മുണ്ടിനൊപ്പം ഉടുക്കുകയും ചെയ്തു. ആൻഡ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതേപോലെ ഗോൾഡനും കണ്ടിട്ടുണ്ട്. സോ ഗോൾഡനും മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സെറ്റ് സാരിയുടെ സെറ്റ് മുന്നിലോ അല്ലെങ്കിൽ ഏത് സാരിയുടെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് ഇഷ്ടംപോലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷെ അത്ര ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. സോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടയിലൊന്ന് പോയി ചോദിച്ചു നോക്കൂ, ഇങ്ങനത്തെ മെറ്റീരിയൽ ചോദിച്ചു നോക്കൂ. വിലയൊന്നും എനിക്ക് അത്ര ഷുവർ അല്ല. ഞാനൊരു ഏകദേശം ഐഡിയയിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും, പക്ഷെ എന്നാലും ഏകദേശം അതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.